നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ മാമോദീസ ചടങ്ങിന് അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പൗരാണിക പെരുമയോടെ കുന്നംകുളത്തെ അങ്ങാടികളിൽ നടന്ന പിണ്ടി പെരുന്നാൾ ആഘോഷം കാണുവാൻ നിരവധി പേർ ഒഴുകിയെത്തി. ചിറ്റാടുകര കമ്പടി തിരുനാളിലെ വൻ ഭക്തജന തിരക്ക്. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായുള്ള പിണ്ടി തിരുനാൾ ദിനമായി ശനിയാഴ്ച ദേവാലയത്തിലെത്തിയത് ആയിരങ്ങൾ. തൃത്താലയിൽ വൻ കഞ്ചാവ് വേട്ട. ആസാം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം, റസൂദിൽ എന്നിവരെ തൃത്താല എക്സൈസ് സംഘം പിടികൂടി. ഇവരിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനവും പിടിച്ചെടുത്തു. പെരുമ്പടപ്പ് പാറയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ച് പണം കവർന്നു. 16,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ഉടമ പോലീസിൽ പരാതി നൽകി. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ മാമോദീസ ചടങ്ങിന് അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പൗരാണിക പെരുമയോടെ കുന്നംകുളത്തെ അങ്ങാടികളിൽ നടന്ന പിണ്ടി പെരുന്നാൾ ആഘോഷം കാണുവാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. നഗരത്തിലെ പൗരാണിക ക്രിസ്ത്യൻ ഉത്സവമായ പിണ്ടി പെരുന്നാൾ അഥവാ ദനഹ പെരുന്നാൾ ദീപക്കാഴ്ചകളാലും വാദ്യമേളങ്ങളാലും സമ്പന്നമായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിശ്വാസികൾ വീടുകൾക്ക് മുന്നിൽ വാഴപ്പിണ്ടി കുത്തി ചിരാതുകളിൽ ദീപങ്ങളും മെഴുകുതിരികളും തെളിയിച്ച് മനോഹരമാക്കിയിരുന്നു. നിറശോഭയേകിയുള്ള അങ്ങാടി വീഥികളിലെ ദീപാലങ്കാരം ശ്രദ്ധേയമായിരുന്നു. അങ്ങാടികളിലെ ആരാധനാലയങ്ങളും ആഘോഷത്തിൽ ദീപാലങ്കൃതമായി. വീടുകളിൽ നിറശോഭ പകരുന്ന പൂത്തിരികളും പടക്കങ്ങളുമായതോടെ ദനഹപ്പെരുന്നാൾ വർണ്ണക്കാഴ്ചയായി മാറി. ആഘോഷത്തിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച പടിഞ്ഞാറേ അങ്ങാടി മതിൽപ്പുറം ഫ്രണ്ട്സ് ഒരുക്കിയ ദീപക്കാഴ്ച നയനമനോഹരമായി. ദീപക്കാഴ്ച കാണാൻ നിരവധി പേരായിരുന്നു അങ്ങാടിയിലേക്ക് എത്തിയത്. ഹരിപ്പാടുള്ള ശിവവിളക്കാണ് ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ദീപക്കാഴ്ച ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം DJ പാർട്ടിയും മതിൽപ്പുറം ഫ്രണ്ട്സ് ഒരുക്കിയിരുന്നു. ദനഹ പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളത്ത് പടിഞ്ഞാറങ്ങാടി, വാലിപ്പറമ്പ്, വൈശ്ശേരി, മതിൽപ്പുറം, ചിറളയം, അഞ്ചങ്ങാടി, തെക്കേങ്ങാടി, മിഷനങ്ങാടി, കുന്നത്തങ്ങാടി, കിഴക്കേങ്ങാടി, സ്റ്റാർ കോർണർ എന്നിവിടങ്ങളിലാണ് പ്രധാന ആഘോഷം. ഈ വഴിയോരങ്ങളെല്ലാം അലങ്കാര വിളക്കുകൾ തെളിയിച്ച് പ്രകാശപൂരിതമായിരുന്നു. വീടുകൾക്കു മുന്നിലും പ്രധാന സെന്ററുകളിലും വാഴപ്പിണ്ടികളിൽ ദീപങ്ങൾ തെളിയിച്ചു. വാദ്യമേളങ്ങളും വിവിധ കമ്മിറ്റികളും പെരുന്നാളിനെ വരവേറ്റു. CCTV ന്യൂസ്, കുന്നംകുളം. ചിറ്റാടുകര കമ്പടി തിരുനാളിനെ വൻ ഭക്തജന തിരക്ക്. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായുള്ള പിണ്ടി പെരുന്നാൾ ദിനമായ ശനിയാഴ്ച ദേവാലയത്തിൽ എത്തിച്ചേർന്നത് ആയിരങ്ങളായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് നടന്ന സമൂഹ ബലിയിൽ അദിലാബാദ് രൂപത ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന തിരുനാൾ പ്രസിദ്ധന്തി വാഴ്ചയിലും ഭക്തിനിർഭരമായ വേസ്പരയിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച നടന്ന കുടുംബ കൂട്ടായ്മകളുടെയും സമുദായങ്ങളുടെയും അമ്പു പ്രദക്ഷിണങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാത്രി 11 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിച്ചു. വൈകിട്ട് ചക്കന്തറ സമുദായം നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യവും കാൽവരി അമ്പു സമുദായം നേതൃത്വം നൽകുന്ന പാണ്ടിമേളവും പള്ളി തിരുമുറ്റത്ത് അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ ജെയിൻ കൊക്കാപ്പിളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. പാട്ടുകുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ബാൻഡുവാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടന്നു. വിശുദ്ധനോടൊപ്പം ഞാനും എന്റെ കുടുംബവും എന്ന പേരിൽ കുടുംബ അമ്പ് സമർപ്പണവുമുണ്ടായി. വൈകിട്ട് 8:30 GCCയുടെ നേതൃത്വത്തിൽ കൈരളി ബാൻഡ് ഫെസ്റ്റും 9:30 ഭാഗ്യശ്രീ അടാട്ട് കുട്ടൻ നേതൃത്വം നൽകുന്ന
നൽകുന്ന പ്രവാസി മേളവും ഉണ്ടായിരിക്കും. കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പുപ്രദക്ഷിണങ്ങൾ രാത്രി 11 മണിക്ക് ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ട്രസ്റ്റിമാരായ പി പിയൂസ്, PK ആന്റണി, PJ ലിയോ, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, കൺവീനർമാരായ ജസ്റ്റിൻ ഫ്രാൻസിസ്, PC ജോയ്സൺ, ജസ്റ്റിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായി പഴയകാല ഓർമ്മ പുതുക്കി തേങ്ങാ വിളക്ക് തെളിയിച്ചു. വൈദ്യുതി ഇല്ലാതിരുന്ന ആദ്യകാലങ്ങളിൽ തിരുനാളിന് പള്ളി പരിസരം ആകമാനം പ്രകാശപൂരിതമാക്കാൻ തേങ്ങ വിളക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. 15 അടിയിൽ കൂടുതൽ ഉയരമുള്ള കുത്തനെ നിർത്തിയ തെങ്ങിൻ തടികളിൽ തൂക്കിയിടുന്ന നിരവധി തേങ്ങാ മുറികളിൽ എണ്ണയൊഴിച്ച് അരിത്തിരി ഉപയോഗിച്ച് കത്തിക്കുന്ന തൂക്കുവിളക്ക് ഉണ്ടാക്കിയെടുത്താണ് ഇത് ചെയ്തിരുന്നത്. തൂക്കുവിളക്ക് തെളിയിച്ച് കപ്പിയും കയറും ഉപയോഗിച്ച് തെങ്ങിൻ തടിയിൽ ഉയർത്തിക്കെട്ടി തേങ്ങാമുറികളിൽ എണ്ണ തീരുന്ന മുറയ്ക്ക് കെട്ടഴിച്ച് താഴെ ഇറക്കി എണ്ണ നിറച്ച് കത്തിച്ച് വീണ്ടും ഉയർത്തിക്കെട്ടുകയായിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത്. ഇതിനായി ഒരാളെ പഴയകാലത്ത് ചുമതലപ്പെടുത്തി തേങ്ങാവിളക്കിനടുത്ത് നിർത്തുകയായിരുന്നു പതിവ്. വൈദ്യുതി വന്നപ്പോൾ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഈ വർഷം പള്ളിയങ്കണത്തിൽ സജ്ജമാക്കിയ തേങ്ങാവിളക്ക് തെളിയിക്കൽ പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ നിർവഹിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പിണ്ടിപ്പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളം ലെജൻഡ്സ് ക്ലബ്ബും എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടുപ്പന്തി വലിയങ്ങാടിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പവിലിയൻ തയ്യാറാക്കി. ബോധവൽക്കരണ പോസ്റ്ററുകളും മത്സരങ്ങൾ, സെൽഫി പോയിന്റ്, ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെ പ്രചരണം തുടങ്ങിയവ സ്റ്റാളിൽ തയ്യാറാക്കിയിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി ജില്ലാ മാനേജറുമായ PK സതീഷ് പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ കൊച്ചു കേരളത്തില് 20,000-ലധികം മയക്കുമരുന്ന് കേസുകളാണ് എക്സൈസും പോലീസും കൂടെ കണ്ടുപിടിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം 17,000 പേരെ എക്സൈസും പോലീസും അറസ്റ്റ് ചെയ്ത് പ്രതികളായിട്ട് ജയിലിലിട്ടിട്ടുണ്ട്. അവരുടെ പ്രായം 18-നും 25-നും ഇടയിലാണ്. ഒരു എക്സൈസോ പോലീസോ മാത്രം വിചാരിച്ചത് കൊണ്ട് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് അമർച്ച ചെയ്യാൻ കഴിയില്ല. അതിന് മുഴുവൻ ജനങ്ങളുടെയും തുണ ഇതിന് ആവശ്യമാണ്. വാർഡ് കൗൺസിലർ മിനി മോൺസി അധ്യക്ഷയായി. ചടങ്ങിൽ ലെജൻഡ് ക്ലബ് പ്രസിഡന്റ് ബിമിൻ, അസിസ്റ്റന്റ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PG ശിവശങ്കരൻ, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ്, കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പാൾ അനന്തൻ, NSS പ്രോഗ്രാം ഓഫീസർമാരായ സുരേഷ്, ഗായത്രി, ജസ്ന, സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ്, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജിമൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എക്സൈസ് വകുപ്പ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലഹരിക്കെതിരെ ഒരു ചുമർചിത്ര ജില്ലാതല മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കുന്നംകുളം മോഡൽ ബോയ്സ് VHS സ്കൂളിന് തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് ട്രോഫി നൽകി. CCTV ന്യൂസ് കുന്നംകുളം. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ഫാദർ ജോസഫ് കൊറോപ്പിസ്കോപ്പ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, പിണ്ടി തെളിയിക്കൽ എന്നിവ ഉണ്ടായി. ശനിയാഴ്ച പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, തുടർന്ന് ദനഹ ശുശ്രൂഷയും നടന്നു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം 2024 ചിരാതുകളിൽ ദീപം തെളിയിച്ചു. ആഘോഷങ്ങൾക്ക് ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൻ C സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾക്കെതിരെ എല്ലാ ഘട്ടത്തിലും ഉറച്ച നിലപാടോടെ മുന്നോട്ട് പോയിട്ടുള്ളതാണ് തന്റെ രാഷ്ട്രീയമെന്ന് TN പ്രതാപൻ MP. യൂത്ത് കോൺഗ്രസിന്റെ ചാണകം തെളിച്ചുള്ള തൃശൂരിലെ പ്രതിഷേധത്തിന് ശേഷം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MP. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ RSSന്റെ ആക്രമണത്തിന് വിധേയമായപ്പോഴും ശക്തമായി കോൺഗ്രസ് രാഷ്ട്രീയം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിലും മതേതരത്വത്തിലും ഊന്നിയുള്ള മുന്നോട്ടു പോക്കാണ് ജനാധിപത്യ ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്നു. രാജ്യത്തെ വർഗീയമായി വേർതിരിച്ച് വിഭാഗീയമായി ചിന്തിപ്പിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന RSS BJP അജണ്ട ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എല്ലാ കാലത്തും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കും, പ്രതാപൻ പറഞ്ഞു. പൂർവമായ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും തൃശ്ശൂർ ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ സാമുദായിക സംഘർഷമുണ്ടാക്കാനും സാമുദായിക വിഭാഗീയത ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ നേതാക്കന്മാർ തൃശ്ശൂരിൽ ചെയ്യുന്നത്. വെല്ലുവിളിക്കുകയാണ്, BJPയെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ വായോ. ശക്തമായ പോരാട്ടം നടത്തിവരികയാണ്. BJPയുടെ ഭീഷണി കണ്ട് ഭയപ്പെടില്ല, അവരെ രാഷ്ട്രീയമായി നേരിടും. ശാരീരികമായി നേരിടാൻ വന്നാൽ കോൺഗ്രസ് പാർട്ടിയുണ്ട് പ്രതിരോധിക്കുവാനും സംരക്ഷിക്കുവാനും.
ഒപ്പം മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന പൊതുസമൂഹവും തനിക്കൊപ്പമുണ്ടാകും. സംഘപരിവാർ ശക്തികളുടെ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ളവരുടെ ന്യൂനപക്ഷ വർഗീയ ഫാസിസത്തെയും ശക്തമായി എതിർക്കും. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. BJP നേതാക്കൾ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുവാൻ നോക്കേണ്ട. ശക്തമായി നേരിടാൻ അറിയാം. അതിനുള്ള ആർജവവും കരളുറപ്പുമുണ്ട്. ചാണകം മെഴുകിയ തറയിലാണ് ഞാൻ ജനിച്ചു വീണതും ജീവിച്ച് വന്നതും. എന്നിട്ട് വേണ്ടേ പിന്നെ എൻ്റെ ശരീരത്തിൽ നല്ല പച്ച മത്സ്യത്തിൻ്റെ പിന്നെ ഗന്ധമുള്ളതാ. BJPയിലെ ഇത്തരം ഉമ്മാക്കി കാണിച്ചാലൊന്നും പേടിക്കുന്ന കാര്യമില്ല. വെല്ലുവിളിക്കാണ് വരാൻ. അങ്ങനെ ഭീഷണിപ്പെടുത്തി BJPക്കും RSSനും ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങുന്ന കൂട്ടത്തിലല്ല TN പ്രതാപൻ എന്ന കാര്യം ഞാൻ BJP സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ദുർബലമാക്കാൻ കഴിയില്ല. വർഗീയവാദികളുടെ ഭീഷണി കൂടുതൽ ശക്തിയോടെ പോരാടാനുള്ള ഊർജമാണ്. ഭീഷണിപ്പെടുത്തിയാൽ പേടിക്കുന്നവനല്ല താനെന്നും BJP നേതാക്കൾക്ക് ആളു തെറ്റിയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി. നഗരനിവാസികളുടെയും പരിസര പ്രദേശത്തെ ജനങ്ങളുടെയും നീണ്ടകാലത്തെ ആവശ്യത്തിന് പരിഹാരമാവുകയാണ്. കുന്നംകുളം നഗരം ഇനി മുതൽ നഗരസഭയുടെയും പോലീസിന്റെയും സുരക്ഷാ വലയത്തിലായിരിക്കും. നഗരത്തിൽ 16 ക്യാമറകൾ സ്ഥാപിച്ചു. ജനപ്രിയ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കായ CCTVയുടെ സഹകരണത്തോടുകൂടിയാണ് നഗര നിരീക്ഷണം സജ്ജമാക്കുന്നത്. TT ദേവസി ജംഗ്ഷൻ, മുനിസിപ്പൽ ജംഗ്ഷൻ, ഹെർബർട്ട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ANPR മോഡൽ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ആധുനിക ക്യാമറകളാണ് ANPR ക്യാമറകൾ. പുതിയ ബസ് സ്റ്റാൻഡ് പ്രവേശന കവാടത്തിൽ PTZ ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടു ഭാഗത്തേക്കും തിരിയുന്ന വിധത്തിലുള്ള ക്യാമറയാണിത്. വൈശ്ശേരി, വിക്ടറി, TK കൃഷ്ണൻ റോഡ്, തുറക്കുളം മാർക്കറ്റ്, ജവഹർ തിയേറ്റർ, പഴയ ബസ് സ്റ്റാൻഡ്, കാണിപ്പയ്യൂർ, മധുരക്കുളം, ആനായിക്കൽ ജംഗ്ഷൻ, പനങ്ങായിക്കയറ്റം, ചാട്ടുകുളം എന്നിവിടങ്ങളിൽ ബുള്ളറ്റ് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ TK കൃഷ്ണൻ റോഡ്, ജവഹർ തിയേറ്റർ എന്നിവിടങ്ങളിൽ 2 ക്യാമറകളും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 3 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും ഇതിന്റെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് കേന്ദ്രമായുള്ള ഭഗവതി അസോസിയേറ്റ് കമ്പനിയാണ് സുരക്ഷാ ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നഗരസഭ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുന്നംകുളത്തെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ CCTVയാണ് ക്യാമറകൾ പ്രവർത്തിക്കാനാവശ്യമായ നെറ്റ് കണക്ഷൻ നൽകുന്നത്. ക്യാമറകളുടെ നടത്തിപ്പും അറ്റകുറ്റപ്പണികളും 1 വർഷം ഭഗവതി അസോസിയേറ്റ് കമ്പനിയായിരിക്കും ചെയ്യുക. തുടർന്നുള്ള വർഷങ്ങളിൽ നഗരസഭ ടെൻഡർ വിളിച്ച് പുതിയ ധാരണാപത്രം ഒപ്പുവെക്കേണ്ടി വരും. മാലിന്യം വലിച്ചെറിയുന്നവരെയും സാമൂഹ്യദ്രോഹികളെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും പിടികൂടുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും പുതിയ സംവിധാനം വഴി കഴിയും. AC മൊയ്തീൻ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് നഗരസഭ ക്യാമറകൾ സ്ഥാപിച്ചതെങ്കിലും ഇതിനാവശ്യമായ വിപുലീകരണത്തിന് MLA ഫണ്ട് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം ഗതാഗത നിയമം ലംഘിക്കുന്നവരെയും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും കണ്ടെത്താൻ CCTV ക്യാമറകൾ പോലീസിന് സഹായകരമാണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിനാവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ലഭ്യമായിട്ടില്ല. ഭാവിയിൽ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ക്യാമറ സംവിധാനം വിന്യസിപ്പിക്കുമെന്ന് നഗരസഭാധികൃതർ വ്യക്തമാക്കി. CCTV ന്യൂസ്, കുന്നംകുളം. തൃത്താലയിൽ വൻ കഞ്ചാവ് വേട്ട. അസം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം, റസീദുൽ എന്നിവരെ തൃത്താല എക്സൈസ് സംഘം പിടികൂടി. ഇവരിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനവും പിടികൂടി. തൃത്താല VK കടവിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ പിടികൂടിയത്. തൃത്താല, കൂറ്റനാട് പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു പ്രതികളെന്ന് തൃത്താല എക്സൈസ് വകുപ്പ് അധികൃതർ അറിയിച്ചു. സുഹൃത്തുക്കളാണ്. അതിലൊരാൾ മിറാസുൽ ഇസ്ലാം VK കടവുള്ള ഒരു ഫാമിലി കോട്ടേഴ്സിലാണ് താമസം. പുള്ളിക്ക് മരപ്പണിയാണ്. ഈ റഷീദുൽ ഇസ്ലാം തൃത്താല ടൗണിൽ ലോഡ്ജിയാണ് താമസം. പുള്ളിക്ക് മറ്റേ പന്തൽപ്പണിയാണ്. രണ്ടുപേരും ഒരുമിച്ച് ആസാമിൽ നിന്നാണ് സാധനം കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അവർ ടൗൺ കേന്ദ്രീകരിച്ചിട്ട് അന്യസംസ്ഥാനത്ത് വരുന്ന ആൾക്കാർക്കും മറ്റു യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ സാധനങ്ങൾ എത്തിച്ചേരുന്നപ്പോൾ ലഭിച്ചത്. നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2-3 ദിവസം ഇതിലേക്ക് നിരീക്ഷിച്ച് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നടത്തിയ ഒരു പരിശോധനയിലാണ് നമുക്ക് ഇവിടെ. മണിപ്പൂരിൽ കുക്കി വനിതകളെ നഗ്നരാക്കി ബലാത്സംഗം ചെയ്തപ്പോൾ ഒരക്ഷരം ഉരിയാടാത്ത മോദിയാണ് തൃശൂരിൽ വന്ന ഗ്യാരണ്ടിയെക്കുറിച്ച് വീമ്പിളക്കുന്നതെന്ന് DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്. ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം മറ്റ് മേഖലാ കമ്മിറ്റി നേതൃത്വത്തിലുള്ള ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കാശിനാഥന്റെ മണ്ണിൽ നിന്നും വടക്കുംനാഥന്റെ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ തന്റെ ഗ്യാരണ്ടിയെക്കുറിച്ചാണ് മോദി പറഞ്ഞത്. മണിപ്പൂരിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽ ജനിച്ചുപോയതിന്റെ പേരിൽ, ക്രിസ്ത്യാനിയായി എന്നതിന്റെ പേരിൽ പൂർണ്ണ നഗ്നരാക്കി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അപമാനപൂർവ്വം നമുക്ക് ഓർക്കേണ്ടി വന്നിരിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് ഈ തൃശൂർ ജില്ലയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ BJPക്ക് വേണ്ടി MP ആക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയുടെയും മതഭീകരതയുടെയും രാഷ്ട്രീയം ഈ നാടിനകത്ത് തുറന്നുകാണിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ടെന്നും ശരത് പ്രസാദ് കൂട്ടിച്ചേർത്തു. മോദി ഇവിടെ ഈ തൃശ്ശൂർ 2 ദിവസം മുമ്പ് വന്ന് വനിതകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തത് പ്രസംഗിച്ചത് ഞാൻ കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്നാണ് വരുന്നത്. കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്ന് വടക്കുനാഥന്റെ മണ്ണിൽ വന്നു നിൽക്കുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ക്രിസ്ത്യാനികളായി എന്നതിന്റെ പേരിൽ പൂർണ്ണ നഗ്നരാക്കി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സ്ത്രീകളുള്ള രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അപമാനപൂർവ്വം നമുക്ക് ഓർക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. BJPക്ക് സുരേഷ് ഗോപിയെ ഒരു MP ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയുടെയും മതഭീകരവാദത്തിന്റെയും രാഷ്ട്രീയത്തെ ഈ നാടിനകത്ത് തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആളൂർ തിരുത്തിയിൽ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ DYFI മേഖലാ പ്രസിഡന്റ് വിനോദ് മുകുന്ദൻ അധ്യക്ഷനായി. CPIM മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, DYFI മേഖലാ ട്രഷറർ അമൽ ആളൂർ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി KM ജിജിൽ ക്യാപ്റ്റനായും വൈസ് പ്രസിഡന്റ് ദേവിക ഷാജി വൈസ് ക്യാപ്റ്റനായും പ്രസിഡന്റ് വിനോദ് മുകുന്ദൻ മാനേജരുമായ പ്രചരണ കാൽനട ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മറ്റം സെന്ററിൽ സമാപിച്ചു. DYFI ജില്ലാ കമ്മിറ്റി അംഗം മഹിമ സതീഷ്, മേഖലാ ഭാരവാഹികളായ അമൽ ആളൂർ, ശരത് രാമനുണ്ണി, സതീഷ് തണ്ടാശ്ശേരി, അരുൺ തിരുത്തി, KC അഖിലേഷ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പെരുമ്പടപ്പ് പാറയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ച് പണം കവർന്നു. 16,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ഉടമ പോലീസിൽ പരാതി നൽകി. ഞായറാഴ്ച പുലർച്ചയോടുകൂടിയാണ് പാറ PNM ഫ്യൂവൽസിൽ 3-അംഗ സംഘം ബൈക്കിലെത്തി ആക്രമണം നടത്തിയത്. പമ്പ് ജീവനക്കാരനായി 26 വയസ്സുള്ള ഇസ്ലാമിനെയാണ് സംഘം മർദ്ദിച്ച് പണം കവർന്നത്. 16,000 രൂപയോളം നഷ്ടപ്പെട്ടതായി പറയുന്നു. ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മാവിൻചുവട് സ്വദേശികളായ 3 പേരെ പെരുമ്പടപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൂപ്രാസ്യമ്മയുടെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. ഇടവക വികാരി ഫാദർ ദാവിദ് വിധേയത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ജനുവരി 13, 14, 15 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്കും തിരുനാൾ പ്രസിദ്ധന്തി വാഴ്ചയ്ക്കും ഫാദർ റോജർ വാഴപ്പള്ളി OFM കാർമ്മികത്വം വഹിച്ചു. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ വൈകിട്ട് 6 മണിക്കുള്ള തിരുകർമ്മങ്ങൾക്ക് ഫാദർ സോളിത്തട്ടിൽ, ഫാദർ ഫെബിൻ കുത്തൂർ, ഫാദർ രഞ്ജിത്ത് താത്താണിക്കൽ CMI, ഫാദർ സനോജ് അറങ്ങാശ്ശേരി, ഫാദർ ഷാജു ഊക്കൻ എന്നിവർ നേതൃത്വം നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സെന്റ് മേരീസ് കപ്പേളയിൽ ലതീഞ്ഞ് നോവേന, രാത്രി 7 ദീപാലങ്കാരം തെളിയിക്കൽ എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, കിരീടം, തിരുശേഷിപ്പ്, ആശീർവാദം തുടങ്ങിയവയും നടക്കും. 11:30 കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതീഞ്ഞ് നോവേന, രാത്രി 9:30 അമ്പ് സമാപനവും ശേഷം സംയുക്തമേളം, തമ്പോലമേളം, വർണ്ണപ്പൂമഴ എന്നിവയും നടക്കും. തിരുനാൾ ദിനമായ 14-ാം തീയതി രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടാകും. തൃശൂർ സെന്റ് തോമസ് കോളേജ് ബർസാർ ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികനാകും. തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ സഹകാർമ്മികനാകും. കുന്നംകുളം CMI ആശ്രമം സുപ്പീരിയർ ഫാദർ വിജു കോലങ്കണ്ണി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. രാത്രി 7 ദൈവാലയാങ്കണത്തിൽ ഗാനമേളയും അരങ്ങേറും. 15-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയും ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്കു വേണ്ടി വലിയ ഒപ്പീസും ഉണ്ടാകും. 21 തിരുനാൾ 8-ാം ഇടം തിരുകർമ്മങ്ങൾക്ക് ഫാദർ ആൽബിൻ ചൂണ്ടൽ നേതൃത്വം നൽകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, കൈക്കാരന്മാരായ ML മാണി, ജോപോൾ V ആലപ്പാട്ട്,
പോയ്സ് JB, തിരുനാൾ ജനറൽ കൺവീനർ VJ സുനിൽ, ജോയിന്റ് കൺവീനർ PRO VC ജോസി, കൺവീനർമാരായ ജിജോ K ജോർജ്, KG ബാബു, N ജെയ്മോൻ, PJ ടോണി, ഷോബി റൊണാൾഡ്, ജോൺസൺ പാവു, ലിയോൺ ജോർജ്, MK ദേവസി, ജാൻസി ആൻഡോ, KJ ജെയ്സൺ, സിസ്റ്റർ ആൻജോ CMC എന്നിവർ നേതൃത്വം നൽകും. ഇടവക വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. ശ്രീലങ്കൻ തുറമുഖ കപ്പൽ വ്യോമയാന വകുപ്പ് മന്ത്രി നിമിൽ സിരിപാല ഡിസൽവ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും ദേവസ്വം ജീവനക്കാരും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ എത്തിയ മന്ത്രി ദീപാരാധന നേരത്ത് കണ്ണനെ തൊഴുതു. ദർശനശേഷം കളഭവും പഴം, പഞ്ചസാരയും തിരുമുടി മാലയും ഉൾപ്പെടുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ മന്ത്രിക്ക് നൽകി. എറണാകുളത്ത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതാണ് മന്ത്രി. അഗതിയൂർ കലശമലയിലെ ഖനന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് പഠനം നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കലശമലയിൽ മണ്ണ് കടത്ത് തടയണമെന്നും കുളവെട്ടിമരം ഉൾപ്പെടെയുള്ള അപൂർവ സസ്യജാലങ്ങൾ സംരക്ഷിക്കണമെന്നും മേഖലയിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയ ശേഷം മാത്രമേ ഖനനം നടത്താവൂ എന്നും യോഗം ആവശ്യപ്പെട്ടു. പാഠപുസ്തകങ്ങളിൽ നിന്നും ആവർത്തന പട്ടികയും പരിണാമ സിദ്ധാന്തവും ഒഴിവാക്കുകയും പകരം ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലുമുള്ള കഥകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് രാജ്യപുരോഗതിയെ പിന്നോട്ട് നയിക്കുമെന്ന് സമ്മേളനം വിലയിരുത്തി. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ ഭാരവാഹികളായി A ജയകൃഷ്ണൻ പ്രസിഡന്റ്, KK അനിത വൈസ് പ്രസിഡന്റ്, TA പ്രേമരാജൻ സെക്രട്ടറി, ലാർസൻ സെബാസ്റ്റ്യൻ ജോയിന്റ് സെക്രട്ടറി, MP പ്രശാന്ത് ട്രഷറർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. മേഖലയിലെ 10 യൂണിറ്റുകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ V മനോജ് കുമാർ, P മുരളീധരൻ, ജില്ലാ പരിസര വിഷയ സമിതി കൺവീനർ അഡ്വക്കേറ്റ് TV രാജു എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളായ 2 പേരെ കാണുവാനില്ലെന്ന് പരാതി. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ യദു കൃഷ്ണ, അദ്വൈത് എന്നിവരെയാണ് കാണാതായത്. വീട്ടുകാർ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ചൊവ്വന്നൂരിൽ കണ്ണിന് അണുബാധ ബാധിച്ച വളർത്തുനായെ ഉടമ റോഡിൽ ഉപേക്ഷിച്ചു. സംരക്ഷണമൊരുക്കി വിദ്യാർത്ഥികൾ. വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. ചൊവ്വന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് കല്ലഴി ക്ഷേത്രത്തിന് സമീപത്ത് റോഡിൽ സിൽവർ കളർ ഫോർഡ് കാറിലെത്തിയ വ്യക്തി നായയെ റോഡിലേക്ക് ഇറക്കി വിട്ടതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. 8 മാസത്തോളം പ്രായമുള്ള പോമറേനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായയെയാണ് ഉടമ റോഡിൽ ഉപേക്ഷിച്ചത്. പിന്നീട് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പുറകെയെല്ലാം ഉടമയുടെ വാഹനമാണെന്ന് കരുതി വളർത്തുനായ ഓടിയതോടെ വളർത്തുനായയുടെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ നായയെ സമീപത്തെ വീട്ടിൽ കെട്ടിയിടുകയും ബിസ്ക്കറ്റ് നൽകുകയും ചെയ്തു. സംഭവം വിദ്യാർത്ഥികൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും ചൊവ്വന്നൂർ പഞ്ചായത്തിലും അറിയിച്ചതിനെ തുടർന്ന് ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് സ്ഥലത്തെത്തി. വൈകിട്ട് ഒരു 3 മണി നേരത്ത് സ്കൂള് നേരത്തെ വിട്ടു PT മീറ്റ് ചെയ്ത ചൊവ്വന്നൂർ സ്കൂളിലെ കുട്ടികൾ വഴി നടന്നു വരുന്ന സമയത്ത് ഒരു വെള്ള ഫോർഡ് സിൽവർ കളറുള്ള ഒരു കാറിൽ അപ്പോൾ അതിനെ കണ്ട് ഇവിടെ കിട്ടില്ല. അപ്പോൾ അത് കുട്ടികൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അതിനുശേഷം ഇപ്പോൾ അവർ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു അടുത്ത പഞ്ചായത്തിന് അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പോൾ പോലീസ് പഞ്ചായത്തിൽ വന്ന് കുട്ടികൾ പറഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അതിനെ അവിടെ ഒരു കയറത്ത് കെട്ടിയിട്ടുണ്ട് അവർ. അപ്പോൾ എന്താ വിഷയം വെച്ചാൽ അതിനെ കണ്ണ് കാണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉടമസ്ഥൻ അതിനെ വഴിയിൽ ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നിട്ട്. ഒരു ഫോർഡ് സിൽവർ കളർ കാറാണ് കുട്ടികൾ പറഞ്ഞത്. എന്തായാലും ആ വണ്ടി ആ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുനിന്നുണ്ടാവണം. തീർച്ചയായിട്ടും ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പ്രചരിപ്പിച്ച് ഈ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള അറിവ് ഉണ്ടാവണം തീർച്ചയായിട്ടും. സുമേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൃഗസ്നേഹി ഷബീബിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉടമ ഉപേക്ഷിച്ച വളർത്തുനായ. സംഭവത്തിൽ CCTV ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് വളർത്തുനായയെ ഉപേക്ഷിച്ച ഉടമയെ കണ്ടെത്താൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി മൈക്രോ ചെക്ക് ലബോറട്ടറിയുടെ സഹകരണത്തോടെ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. KHRA മേഖലാ പ്രസിഡന്റ് CM നാരായണൻ അധ്യക്ഷത വഹിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KK ബാലകൃഷ്ണൻ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി KM അബൂബക്കർ, KHRA സെക്രട്ടറി PK ഫിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജ്യൂസ്, കൂൾ ഡ്രിങ്ക്സ് ഷോപ്പുകൾ, ബേക്കറി, ഹോട്ടൽ, ഇറച്ചി, മീൻകട തുടങ്ങിയിടങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയതിനെ തുടർന്നായിരുന്നു ക്യാമ്പ് നടത്തിയത്. വെള്ളാട്ടഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂര മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. ഫെബ്രുവരി 21, 22, 23 തീയതികളിലായിട്ടാണ് പൂരാഘോഷം. ഉത്സവ പ്രചരണ നോട്ടീസ് ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ് അയ്യർ ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്തിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. ജനുവരി 16 ചൊവ്വാഴ്ചയാണ് പൂരത്തിന് കൊടിയേറുക. ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ് അയ്യർ കൊടിയേറ്റം നിർവഹിക്കും.
ജനുവരി 19, 20, 21 തീയതികളിൽ ദേശപ്പറയെടുപ്പ് നടക്കും. ക്ഷേത്രോത്സവ വേദിയിൽ 20 ശനിയാഴ്ച കലാസന്ധ്യ, 21 ആദരസന്ധ്യയിൽ സംസ്ഥാന സർക്കാരിന്റെ വയോമിത്രം അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട മുൻ മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയവരെ ആദരിക്കും. തുടർന്ന് ഗാനമേളയും നടക്കും. 22 ദേവസ്വം പൂരം, മറ്റ് ഉത്സവ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ എന്നിവ നടക്കും. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാളിനെ കൊടിയേറി. സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത്. രാവിലെ ദിവ്യബലിയെ തുടർന്ന് വികാരി ഫാദർ ഷാജു ഊക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായിരുന്നു. ജനുവരി 13, 14 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പ് ആരംഭിക്കും. 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും ഉച്ചതിരിഞ്ഞ് 5:30-നും ദിവ്യബലിയും രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായിരിക്കും. ഫാദർ പ്രതീഷ് കലറയ്ക്കൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. രാത്രി 11-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. വികാരി ഫാദർ ഷാജു ഊക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. സംസ്ഥാന തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരട്ടി മധുരം. സ്വർണ്ണ മെഡൽ നേട്ടവുമായി അലീഷ്ബ ബിജുവും ഫാത്തിമ നസ്രീനയും. 3 ദിവസങ്ങളിലായി തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് 25ാമത് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആൽത്തറ KG സ്പോർട്സ് മാർഷൽ വിദ്യാർത്ഥികളാണ് ഇരുവരും. റഫറിയും തായ്ക്കൊണ്ടോ പരിശീലകനുമായ ബഷീർ താമരത്തിന്റെ ശിക്ഷണത്തിലാണ് ഇരുവരും പരിശീലനം നടത്തുന്നത്. അലീഷ്ബ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണവും അമച്ചർ വിഭാഗത്തിൽ വെള്ളിയും സ്വന്തമാക്കി സ്കൂളിലും നാടിന് അഭിമാനമായി. ഫാത്തിമ നസ്രീനും സ്വർണവും നേടി. രണ്ടുപേരും വടക്കേക്കാട് തിരുവള്ളൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര ഷൈമ ദമ്പതികളുടെ മകളാണ് 5ാം ക്ലാസ്സുകാരിയായ അലീഷ്ബ. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ നസ്രീന തിരുവള്ളൂർ സ്വദേശിനിയാണ്. മാറഞ്ചേരി തുറുവാണം ബണ്ടിൽ ഗർത്തം. അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ശനിയാഴ്ച ഉച്ചയോടെയാണ് മാറഞ്ചേരി തുറുവാണം ബണ്ട് റോട്ടിലെ ഗർത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുറുവാണം ദ്വീപുകാർക്ക് പുറം ലോകത്തേക്ക് എത്തുവാനുള്ള ബണ്ട് റോട്ടിലാണ് ഗർത്തമുണ്ടായത്. 6 വർഷം മുൻപ് 70 ലക്ഷം രൂപ ചിലവഴിച്ച് പഞ്ചായത്ത് നിർമ്മിച്ച ബണ്ട് റോട്ടിലാണ് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി ഗർത്തം രൂപപ്പെട്ടത്. 250 കുടുംബങ്ങളിലായി 1000-ഓളം പേർ ആശ്രയിക്കുന്ന റോഡാണിത്. റോഡിനോട് ചേർന്നുള്ള പാടശേഖരങ്ങളിൽ നിന്ന് പുറം കോളിലേക്ക് പമ്പു ചെയ്യുന്നത് ബണ്ട് റോഡിനടിയിൽ സ്ഥാപിച്ച പൈപ്പുകൾ വഴിയാണ്. ഈ പൈപ്പിന് മുകളിലെ മണ്ണ് താഴ്ന്നതാണ് ഗർത്തത്തിന് കാരണമായതെന്നാണ് നിഗമനം. ഗർത്തം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാടശേഖരങ്ങളിലെ പമ്പിംഗ് നിർത്തുകയും അധികൃതരെ വിവരമറിയിക്കുകയുമായിരുന്നു. ഇതുമൂലം ബണ്ടിനും യാത്രക്കാർക്കും ഭീഷണി ഉണ്ടായതോടെ ബണ്ട് റോഡിൽ 3 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഭിന്നശേഷി കലോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന, വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് എന്നിവർ ഉടൻ സ്ഥലത്തെത്തി പ്രശ്നത്തിന് മണിക്കൂറുകൾക്കകം പരിഹാരം കണ്ടു. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചെടുത്ത മണ്ണ് JCB ഉപയോഗിച്ച് നികത്തി ബണ്ട് റോഡിനെ സഞ്ചാരയോഗ്യമാക്കി. ബണ്ടിനപ്പുറം ഏക്കർ കണക്കിന് സ്ഥലത്ത് പുഞ്ചകൃഷി ആരംഭിച്ചിരുന്നു. മാറഞ്ചേരിയിലെ 300-ലധികം ഏക്കർ വരുന്ന മുല്ലമാട് കോൾ, നടുപ്പോട്ടോ കോൾ തുടങ്ങിയിടങ്ങളിലെ കൃഷികൾ തകർച്ചയിലേക്ക് പോകുമായിരുന്ന പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച ആശ്വാസത്തിലാണ് കർഷകർ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നൂറുദ്ദീൻ, സെക്രട്ടറി VK മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ P മാധവൻ, സംഗീത രാജൻ, റജുല ഗഫൂർ, റജുല ആലുങ്ങൽ, നിഷ വലിയ വീട്ടിൽ എന്നിവരും സ്ഥലത്തെത്തി. CCTV ന്യൂസ്, പുന്നയൂർകുളം. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 12008 നാളികേരം എറിഞ്ഞുള്ള വേട്ടക്കരൻ പാട്ട് നടന്നു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, മറ്റു വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി പൂജാതി കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. തുടർന്ന് നാളികേര സമർപ്പണ ചടങ്ങുകൾ നടന്നു. ശേഷം രശീതാക്കിയ ഭക്തജനങ്ങൾ 12008 നാളികേരം എണ്ണിക്കൂട്ടുകയും ഉച്ചയ്ക്ക് 1 മണിയോടെ കളം കുറിക്കൽ ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തു. വൈകിട്ട് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് മുതലായവയ്ക്ക് ശേഷം ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്തേക്ക് മുല്ലക്കൽ പാട്ടിന് എഴുന്നള്ളിച്ചു. വാദ്യമേളത്തോടെ ഗജവീരന്റെ പുറത്ത് താലത്തിന്റെ അകമ്പൊടിയോടുകൂടി ഭഗവാനെ ക്ഷേത്രത്തിനകത്തേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. തുടർന്ന് നടപ്പുരയിൽ ഈടും കൂറും കഴിഞ്ഞ് കളപ്രദക്ഷിണം, കളം പൂജ, കളംപാട്ട് എന്നിവയും ഉണ്ടായി. രാത്രി 10:30-ന് നാളികേരമെറിയാൻ ആരംഭിച്ചു. വിശേഷാൽ നിവേദ്യമായ ചതുശത പായസ വിതരണം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും 3 നേരവും അന്നദാനവും ഒരുക്കിയിരുന്നു.
പരിപാടികൾക്ക് പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. ക്യാൻസർ രോഗികൾക്കും വയോജനങ്ങൾക്കും തണലൊരുക്കുവാൻ കേരളം ചുറ്റുന്ന തിരുവനന്തപുരം സ്വദേശി ആനന്ദിന്റെ യാത്ര കുന്നംകുളത്തെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ആനന്ദാണ് വ്യത്യസ്തമായൊരു നടത്തം കൊണ്ട് അശരണർക്ക് തണലേകാനുള്ള യാത്രയിൽ മുഴുകുന്നത്. കന്യാകുമാരിയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം കഴിഞ്ഞ് ചെന്നൈ വിജയ് ടിവിയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് യാത്രകളുമായി നടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം സനാതാലയം എന്ന ക്യാൻസർ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലാണെന്ന് ആനന്ദ് അറിയുന്നത്. കുട്ടികളും വയോജനങ്ങളുമുള്ള ക്യാമ്പ് ലീസിനെടുത്ത ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂമി വിൽക്കാൻ സ്ഥലമുടമകൾ ഒരുക്കം തുടങ്ങിയതോടെ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ വയനാട് സ്വദേശിയായ ക്യാമ്പ് നടത്തിപ്പുകാരന് സാധിച്ചില്ല. ക്യാമ്പ് മാറ്റിയൊരുക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം ലഭിക്കുന്നതിനായാണ് ഓൾ കേരള യാത്രയ്ക്കായി ആനന്ദ് ഇറങ്ങിയത്. ഡിസംബർ മാസം 16-ാം തീയതിയായിരുന്നു ആനന്ദ് തന്റെ യാത്ര ആരംഭിച്ചത്. യാത്രയുടെ ലക്ഷ്യമറിഞ്ഞ ചിലർ സഹായഹസ്തവുമായി എത്തിയത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് ആനന്ദ് പറഞ്ഞു. ഈ വാക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് മെസ്സേജാണ് എല്ലാവർക്കും ഉള്ളത്. എന്ത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ സനാതാലയം എന്ന് പറഞ്ഞൊരു ക്യാൻസർ കെയർ സെൻ്ററുണ്ട്. ക്യാൻസർ കെയർ കിഡ്സിനുള്ളതുമാണ്. അതില്ലാതെ നമ്മൾ വയസ്സായ ആളുകൾ നോക്കണ ഒരു സ്ഥലമാണ്. അപ്പോൾ അവരിരിക്കുന്ന ഇടം ലീസിനിരിക്കണം. ആ ഇടത്തിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള ആളാണ്. അപ്പോൾ അവർ ആ സ്ഥലത്തെല്ലാം സെയിൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവർക്ക് ഇരിക്കാൻ ഒരു ഇടം ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്പയറായി വരാൻ തോന്നിയത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ കന്യാകുമാരി ടു കൊൽക്കത്ത നടന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കൊല്ലം, ആലപ്പുഴ, എറണാകുളം കടന്ന് ശനിയാഴ്ച രാവിലെ തൃശൂർ കുന്നംകുളത്തെത്തി. ഇനി മലപ്പുറം ജില്ലയിലേക്കാണ് നടത്തം. വയനാട്, ഇടുക്കി, മൂന്നാർ വഴി തിരുവനന്തപുരത്തെത്തി യാത്ര അവസാനിപ്പിക്കും. കൽക്കി വീട്ടിൽ കുമാർ കലാ ദമ്പതികളുടെ മകനാണ് ആനന്ദ്. അനീഷ് സഹോദരനാണ്. CCTV ന്യൂസ് കുന്നംകുളം. ചൊവ്വന്നൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്നു വന്നിരുന്ന ദേവപ്രശ്നപരിഹാര കർമ്മങ്ങളുടെ 2ാം ഘട്ടം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പരിഹാര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഹോമങ്ങൾ, ആവാഹനങ്ങൾ, സായുജ്യ പൂജ, സുഹൃത ഹോമം, 12 ബ്രാഹ്മണർക്ക് കാല് കഴുകിച്ച് ഊട്ട്, വേദജപം, പുരാണ പാരായണം എന്നിവ പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ ഭാഗമായി ഉണ്ടായി. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണവും വെച്ച് നമസ്കാരം എന്നിവയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഞായറാഴ്ച സുഹൃത ഹോമത്തിന് ശേഷം ഭക്തർ കാണിക്കയായി സമർപ്പിച്ച എണ്ണാപ്പണം കിഴികെട്ടി നാമജപത്തോടെ ക്ഷേത്രം വലം വെച്ച് മഹാദേവന്റെ തിരുനടയിൽ സമർപ്പിച്ചു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ അപരാധങ്ങൾ പൊറുക്കണമെന്ന് ജൂൺ 16-ന് സമാപിക്കുന്ന വിധം 11 ദിവസം നീണ്ടു നിൽക്കുന്ന കർപ്പൂരാതി ദ്രവ്യകലശം നടത്തിക്കൊള്ളാമെന്നും ഭക്തർ തിരുനടയിൽ പ്രതിജ്ഞയെടുത്തുകൂടിയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങുകളിൽ സംബന്ധിച്ചു. ചാലശ്ശേരി കവുക്കോട് പ്രദേശവാസികൾ നാടിന്റെ കാരുണ്യ പ്രവർത്തികൾക്കായി രൂപീകരിച്ച ഒരുമ കൂട്ടായ്മയുടെ ഓഫീസ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ലോകപ്രകാശനവും മന്ത്രി നിർവഹിച്ചു. കഴിഞ്ഞ മാസം പ്രദേശത്ത് രോഗാവസ്ഥയിൽ കഴിയുന്ന സഹോദരനു വേണ്ടിയാണ് നാട്ടുകാർ ആദ്യം ഒരുമിച്ചത്. പിന്നീട് നാടിന്റെ കാരുണ്യത്തിനായി പ്രവർത്തിക്കാൻ നിറമനസ്സോടെ 50ഓളം അംഗങ്ങൾ മുന്നോട്ടു വരികയായിരുന്നു. നമ്മിളി കുഞ്ചുണ്ണി തന്റെ കെട്ടിടത്തിലെ മുറി സൗജന്യമായി ഒരുമയുടെ ഓഫീസിനായി നൽകി. കൂടാതെ പ്രവാസികൾ, നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ കൂട്ടായ്മയ്ക്ക് സാമ്പത്തിക സഹായവും നൽകി. നിലവിൽ രോഗീ പരിചരണത്തിനും മരണവീടുകളിലേക്ക് അത്യാവശ്യത്തിനായുള്ള സാമഗ്രികൾ ഒരുക്കി പ്രദേശത്തിന്റെ താങ്ങും തണലായി മാറുകയാണ് ഒരുമ. ചടങ്ങിൽ രഘുനാഥ് അധ്യക്ഷനായി. മുൻ MLA TP കുഞ്ഞുണ്ണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ ബിജിമോൾ, നിഷ അജിത് കുമാർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു. M മനോജ് സ്വാഗതവും മുൻ പഞ്ചായത്ത് അംഗം സുധീഷ് കുമാർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ദേവാലയത്തിൽ വിശുദ്ധരായ മറിയം ത്രേസ്യയുടെയും സെബാസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 6-ന് ഇടവക വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും ലതീഞ്ഞും നൊവേനയും ഉണ്ടായി.
തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 7-ന് തിരുനാൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാസാൻ ന്യൂ മെഹ്ഫിൽ ഡിജിറ്റൽ ഓർക്കസ്ട്രയുടെ മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടന്നു. മുൻ വികാരി ഫാദർ ആന്റണി തെക്കിനിയത്ത് മുഖ്യ കാർമ്മികനാകും. ഇടവകംഗവും മണലൂർ വെസ്റ്റ് ഇടവക വികാരിയുമായ ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ശേഷം ബാൻഡ് വാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ അണിനിരുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം ഇടവക അതിർത്തി ചുറ്റി ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദവുമുണ്ടായി. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ്, വള എന്നിവ പ്രദക്ഷിണമായി രാത്രി 9:20 മുതൽ പള്ളിയിലെത്തി സമാപിക്കും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. KCOM-ന്റെ നേതൃത്വത്തിലുള്ള തമ്പോലം അവതരണം വെള്ളിയാഴ്ച അരങ്ങേറിയിരുന്നു. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ, കൈകാരന്മാരായ ഡേവിഡ് അതിയുന്തൻ, ജോസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ സിൻഡോ ചൂണ്ടൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം കിഴൂർ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ അയ്യപ്പൻ വിളക്കും അന്നദാനവും നടന്നു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കിഴൂർ പേമുഖത്തുള്ള കളരിയിൽ നിന്ന് കുട്ടഞ്ചേരി സതീശൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. തുടർന്ന് ഉടുക്കുപാട്ടോടുകൂടി താളമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഗജവീരന്മാരുടെയും ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് പന്തലിൽ ഭജന ആരംഭിച്ചു. പുലർച്ചെ വെട്ടുതട, തിരിയൊഴിച്ചൽ, കനലാട്ടം എന്നിവ നടന്നു. ഗുരുതിയോടെ ആഘോഷത്തിന് സമാപനമായി. വിളക്കിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്കായി 3 നേരവും അന്നദാനം ഒരുക്കിയിരുന്നു. ക്രമീകരണങ്ങൾക്ക് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് KV ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CR അജീഷ്, PB അബീഷ്, പ്രഭാത്, TA കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്കും അന്നദാനവും നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്കും ഗണപതി ഹോമത്തിനും ശേഷം വിളക്ക് പന്തലിലേക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉടുക്കുപാട്ടിന്റെയും താളത്തിന്റെയും അകമ്പടിയോടെ നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ ആനയും പഞ്ചവാദ്യവും തകിൽ നാദസ്വരവും കാവടികളും അണിനിരന്നു. എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിലെത്തിയ ശേഷം അന്നദാനം, ഉടുക്കുപാട്ട്, തിരിയൊഴിച്ചൽ, വെട്ടുതട, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം എന്നിവയ്ക്ക് ശേഷം ഗുരുതിതർപ്പണത്തോടെ വിളക്കിന് സമാപനമായി. ചെറുമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയും സംഘവുമായിരുന്നു വിളക്ക് യോഗക്കാരായത്. ജനകീയാസൂത്രണം പുന്നീർകുളം പഞ്ചായത്ത് 2024-2025 വികസന സെമിനാറും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്ന 2024-25 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇൻചാർജ് CS രശ്മി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തൈൽ മൂസ തുടങ്ങി വാർഡ് മെമ്പർമാരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും മറ്റു പ്രതിനിധികളും പങ്കെടുത്തു. ലൈഫ് ഭവന പദ്ധതി, ആരോഗ്യമേഖലയിലെ സബ് സെന്റർ, ഫിറ്റ്നസ് സെന്റർ, FHC, ജെൻഡർ പാർക്ക് തുടങ്ങിയവയും വയോജനക്ഷേമം, പൊതു ഇടങ്ങൾ കണ്ടെത്തൽ, മാലിന്യ സംസ്കരണം, കൃഷി എന്നിവയിലേക്ക് പ്രത്യേകം ഊന്നൽ നൽകിയാണ് കരട് വാർഷിക പദ്ധതി രേഖ പുറത്തിറക്കിയത്. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും ഉണ്ടായിരുന്നു. അതേസമയം പുന്നീർകുളം പഞ്ചായത്തിൽ 403 പേർ ലൈഫ് ലിസ്റ്റിലുണ്ട്. അതിൽ 58 പേർക്കാണ് പണം അനുവദിച്ചിട്ടുള്ളത്. 345 പേർക്ക് ഇനിയും ഫണ്ട് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഫണ്ട് വെച്ചിട്ടുള്ളത് 4 കോടി രൂപയാണ്. 100 പേർക്ക് മാത്രമാണ് നിശ്ചിത തുക നൽകുവാൻ സാധിക്കുക. ബാക്കി തുക അനുവദിച്ച് മുഴുവൻ പേർക്കും കൂടി വീട് അനുവദിക്കുവാൻ ഫണ്ട് നൽകണമെന്ന് പ്രതിപക്ഷ മെമ്പർ അബു താഹിർ വികസന സെമിനാറിൽ അറിയിച്ചു. കില ബ്ലോക്ക് കോർഡിനേറ്റർ KA രമേഷ് കുമാർ, കില തീമാറ്റിക് എക്സ്പെർട്ട് NCP ആൻഡോ എന്നിവർ 2024-25 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട മുൻഗണനാ പരിപാടികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ നന്ദി പറഞ്ഞു. CCTV ന്യൂസ് പുന്നീർകുളം. എയ്യാൽ ചിറ്റിലങ്കാട് സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കായി ആദരം സംഘടിപ്പിച്ചു. എയ്യാൽ ജില്ലാ കൾച്ചറൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഒഡീഷയിൽ നടന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി അത്ലറ്റിക്സ് മീറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ സാലിഹ KH, ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ നിന്ന് ദീർഘനാളത്തെ സേവനത്തിനു ശേഷം റിട്ടയർ ചെയ്ത സുരേന്ദ്രൻ, ബെവ്കോയിൽ നിന്ന് വിരമിച്ച ജയേന്ദ്ര പ്രസാദ്, വെള്ളാറ്റഞ്ഞൂർ സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സക്കീർ ഹുസൈൻ എന്നിവരെയാണ് ഉപഹാരം നൽകി പൊന്നാട അണിയിച്ച് ആദരിച്ചത്. KP മുസ്തഫ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ MK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു.
ചെയ്തു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, തമ്പി പനക്കൽ, ശിവൻ പന്തായിൽ, ഉമ്മർ സുലൈമാൻ, ചന്ദ്രൻ കാമ്പുറം, സുദർശൻ, സെലീൽ, ബെന്നി പനക്കൽ, ജലീൽ, സരിത ശിവൻ, ഷൈനി തമ്പി എന്നിവർ സംസാരിച്ചു. കാമ്പുറം ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശിവൻ പന്തായിൽ നന്ദി പറഞ്ഞു. ആദരവ് ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന സംഗീത നൃത്ത പരിപാടിക്ക് ദേവിക ശിവൻ, ഷൈനി തമ്പി, നിത മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. പഴഞ്ഞി അയ്യൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി യുവജന പ്രസ്ഥാനം അയ്യൂർ യൂണിറ്റും സൈമൺസ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പള്ളി വികാരി ഫാദർ അജിൻ ചാക്കോ നിർവഹിച്ചു. ഹോസ്പിറ്റൽ മാനേജർ രാഹുൽ, ഡോക്ടർ നിഷ ബാലൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് നേതൃത്വം നൽകിയ സൈമൺസ് ഐ ഹോസ്പിറ്റലിന് യുവജന പ്രസ്ഥാനം അയ്യൂർ യൂണിറ്റിന്റെ സ്നേഹോപഹാരം സമ്മാനിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാജി MP സ്വാഗതവും സെക്രട്ടറി ഷാരോൺ രാജു നന്ദിയും പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ 6-ാം വാർഡ് മണ്ടംപറമ്പ് അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമായി 2 പതിറ്റാണ്ടിലധികമായി സ്വന്തമായി സ്ഥലവും കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ മണ്ടംപറമ്പ് സ്കൂളിൽ താൽക്കാലികമായിട്ടാണ് അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. താഴത്തേതിൽ കുഞ്ഞുമുഹമ്മദിന്റെ സ്മരണാർത്ഥം മക്കൾ നൽകിയ ഭൂമിയിൽ കുന്നംകുളം MLAയുടെ തനതു ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. സൗജന്യമായി സ്ഥലം നൽകിയ താഴത്തേതിൽ കുഞ്ഞുമുഹമ്മദ് മകൻ ഹൈദ്രോസിനെ ചടങ്ങിൽ ആദരിച്ചു. ഭരണസമിതിയുടെ 36 മാസം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും 36 പദ്ധതികളുടെ 36 ഉദ്ഘാടനങ്ങൾ 2023 ഡിസംബർ 18 മുതൽ 2024 ജനുവരി 30 വരെ നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TP ലോറൻസ്, ബീന രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ ഷാജി, ടെസി ഫ്രാൻസിസ്, PA മുഹമ്മദ് കുട്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ PS പ്രസാദ്, MK ജോഷി, ജോൺസൺ മാഷ്, ICDS ഓഫീസർ MV ലീജ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം അംഗങ്ങളുടെ ക്ഷേമത്തിനായി ആരംഭിച്ച കുടുംബമിത്രം പദ്ധതിയുടെ കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം സംഘടന ജില്ലാ കമ്മിറ്റി അംഗം സേതു വരവൂർ നിർവഹിച്ചു. ലിവ ടവറിൽ നടന്ന യോഗത്തിൽ സംഘടന കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് MV ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആദ്യ കുടുംബമിത്രം പോളിസി സേതു വരവൂരിൽ നിന്ന് മുരളി മേനോൻ സ്വീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ശിലേഷ് C ശിവറാം സംഘടനാ സന്ദേശം നൽകി. ചടങ്ങിൽ VS വിഘ്നേശ്വരൻ സ്വാഗതവും താലൂക്ക് വൈസ് പ്രസിഡന്റ് വിനീഷ് നന്ദിയും പറഞ്ഞു. വ്യാപാരി വ്യവസായ അംഗങ്ങൾക്ക് പുറമെ അവരുടെ കുടുംബാംഗങ്ങൾ, ജീവനക്കാർ എന്നിവർക്കും പദ്ധതിയുടെ പങ്കാളികളാകാൻ സാധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അപ്ലൈഡ് മാത്തമാറ്റിക്സ്, നാനോ സയൻസ് എന്നീ മത്സരാധിഷ്ഠിതമായ മേഖലയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഓൺലൈൻ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നു. സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ ഡിസ്ട്രിക്ട് മാത്തമാറ്റിക്സ്, കേരള മാത്തമാറ്റിക്കൽ അസോസിയേഷൻ എന്നിവയുമായി സഹകരിച്ച് ജനുവരി 23, 24, 25 തീയതികളിലായാണ് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അപ്ലൈഡ് മാത്തമാറ്റിക്സ്, നാനോ സയൻസ് എന്ന ട്രെൻഡിംഗ് വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഉയർന്ന തലത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടാനും ലോകത്തെ പ്രൊഫഷണലുകൾ, വിദഗ്ധർ, വിദ്യാർത്ഥികൾ ഒരുമിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ അന്താരാഷ്ട്ര സമ്മേളനം 2 വ്യത്യസ്ത മേഖലകളുടെ സംയോജനം, ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്നിവ ലക്ഷ്യമിടുന്നു. അക്കാദമിക് വിദഗ്ധർക്കും യുവ ഗവേഷകർക്കും അവരുടെ പുതിയ ആശയങ്ങൾ കൈമാറുന്നതിനും ഈ ഉയർന്നുവരുന്ന സാങ്കേതികവിദ്യയുടെ വിവിധ വശങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ഒരു പൊതുവേദി ഒരുക്കുന്ന ഈ കോൺഫറൻസിൽ അവതരണത്തിനായി യഥാർത്ഥ ഗവേഷണ പ്രബന്ധങ്ങൾ സമർപ്പിക്കാൻ രചയിതാക്കളെ ക്ഷണിക്കുന്നു. പത്രികകളുടെ സ്വീകാര്യതയെക്കുറിച്ചുള്ള അറിയിപ്പ് പിയർ റിവ്യൂ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുക. അപ്ലൈഡ് മാത്തമാറ്റിക്സ്, നാനോ സയൻസ് മേഖലകളിലെ വിവിധ സൈദ്ധാന്തികതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ഉദ്ദേശശുദ്ധിയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10 വിദ്യാഭ്യാസ വിദഗ്ധർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ CB സജി അറിയിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്ലൈഡ് സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മേധാവി ഡോക്ടർ GBK ജോസ് പ്രോഗ്രാം കൺവീനറായ കോൺഫറൻസിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് 92 49 73 87 38 94 97 07 01 29 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. CCTV ന്യൂസ്, വേലൂർ. ചിറമനങ്ങാട് മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ 1000 കുടം അഭിഷേകം നടന്നു. മേൽശാന്തി സുധീഷ്, ആവണാവു തിരുമേനി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ഓഫീസർ ഹരിനാരായണൻ എന്നിവർ സംബന്ധിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളാണ്ടത്ത്, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ഓഡിറ്റർ വിജയകുമാർ, വൈസ് പ്രസിഡന്റ് നളിൻ ടീച്ചർ, ശാന്തകുമാരി, കടകക്കാരായ ഷിനു, സുശീല എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
മർത്തങ്കോട് മേരിമാതാ കത്തോലിക്ക ദേവാലയത്തിലെ തിരുനാളിനെ കൊടിയേറി. പരിശുദ്ധ മേരി മാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 14-15 തീയതികളിലായിട്ടാണ് ആഘോഷിക്കുക. വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി കൊടിയേറ്റം നിർവഹിച്ചു. ജനറൽ കൺവീനർ രഞ്ജി മണ്ടുമ്പാൽ, കൈക്കാരന്മാരായ ജെയിംസ് വടക്കൻ, ജോൺ KS, റോയക്കര, സാലി വിൻസെന്റ്, MP സിജോ, വിൽസൺ MD, സിജോ ജോസ്, തോമസ് ചക്രമാക്കൽ, ജിജോ ചാഴൂർ, C അനീജ, ബൈജു MF, ഡേവിസ് MU എന്നിവർ നേതൃത്വം നൽകി. 10 ദിവസങ്ങളിൽ നടക്കുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ മുഖ്യ വൈദികന്മാർ ദിവ്യബലി അർപ്പിക്കും. നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് വിവിധ യൂണിറ്റുകൾ, വ്യക്തികൾ, യുവജന സംഘടനകൾ എന്നിവർ നിയോഗങ്ങളോടെ നേതൃത്വം നൽകും. ജനുവരി 14 രാവിലെ 9:30 ആഘോഷപൂർവ്വമായ പാട്ടുകുർബാന, സന്ദേശം, നൊവേന, ലതീഞ്ഞ്, കൂട്ടുതുറക്കൽ ശുശ്രൂഷ, വിശുദ്ധരെ എഴുന്നള്ളിക്കൽ, അമ്പുവള പ്രദക്ഷിണം, തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, രാത്രി 10 മണിക്ക് അമ്പുവള സമാപനം, സംയുക്ത ബാൻഡ് വാദ്യം, തുടർന്ന് ഫാൻസി വെടിക്കെട്ട് എന്നിവ ഉണ്ടാകും. 15-ാം തീയതി തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. നവവൈദികൻ ഫ്രാൻസിസ് പുത്തൂക്കര സന്ദേശം നൽകും. ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി നേതൃത്വം നൽകും. വൈകിട്ട് 5 മണിക്ക് ലതീഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 7 മണിക്ക് തിരുനാൾ ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ വള്ളുവനാട് ബ്രഹ്മ തിയേറ്റേഴ്സിന്റെ 2 നക്ഷത്രങ്ങൾ എന്ന നാടകാവതരണം എന്നിവയും ഉണ്ടാകും. 16-ാം തീയതി മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ ആചരിക്കും. 21-ാം തീയതി 8-ാം ഇടത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് പര്യവസാനമാകും. CCTV ന്യൂസ്, വേലൂർ. കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന അവഗണനയ്ക്കെതിരെ ജനുവരി 20-ന് DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റി പ്രചരണ കാൽനട ജാഥ സംഘടിപ്പിച്ചു. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ ജാഥ SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AV സന്തോഷ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനു ജോൺസൺ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി TK സുവീഷ് ക്യാപ്റ്റനായും വൈസ് പ്രസിഡന്റ് നേഹ C കിഷോർ വൈസ് ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് VA അരുൺ മാനേജരുമായ ജാഥ കൂനമുച്ചിയിൽ നിന്നാരംഭിച്ച് മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വല്ലൂരിൽ സമാപിച്ചു. DYFI മേഖലാ ഭാരവാഹികളായ മനീഷ് കണ്ടാണശ്ശേരി, VS ഷിനാസ്, MB അക്ഷയ്, V അരവിന്ദ്, SFI ജില്ലാ കമ്മിറ്റി അംഗം KP മാളവിക എന്നിവർ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കുന്നംകുളം സെന്റ് തോമസ് പള്ളിക്ക് കീഴിലുള്ള തെക്കേപ്പുറം കാട്ടുമങ്ങാട്ട് ഗീവർഗീസ് മാർ കുർലോസ് ചെറിയ ബാവയുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളി പെരുന്നാൾ ഭക്തി നിർഭരമായി വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരുന്നു ആഘോഷം. വെള്ളിയാഴ്ച സന്ധ്യാ പ്രാർത്ഥനയും പ്രദക്ഷിണവും ഉണ്ടായി. തുടർന്ന് മെത്രാപോലിത്ത പിണ്ടിയിലെ ചിരാതിനെ ആദ്യ തിരി തെളിയിച്ചു. ശനിയാഴ്ച രാവിലെ സഭാ പരമാധ്യക്ഷൻ സിറിൽമാർ ബസേലിയസ് മെത്രാപോലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. വൈകിട്ട് ചാപ്പലിന് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയുണ്ടായി. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ മൈക്കിൾ ഗീവർഗീസ്, സെക്രട്ടറി ജിയോ പനക്കൽ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1-ാം വർഷ NSS യൂണിറ്റ് പെരുമണ്ണൂർ SRVA LP സ്കൂളിൽ നടത്തിയ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. NSS ക്യാമ്പിന്റെ പ്രധാന പ്രൊജക്ടിന്റെ ഭാഗമായി പെരുമണ്ണൂർ വായനശാലയോട് ചേർന്ന് നിർമ്മിച്ച സ്നേഹാരാമം പഞ്ചായത്തിന് കൈമാറി. ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് രജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, സ്റ്റാഫ് സെക്രട്ടറി വിജയൻ, വാർഡ് മെമ്പർ നിഷ അജിത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗം മണികണ്ഠൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, സ്കൂൾ സൗഹൃദ കോർഡിനേറ്റർ അസ്മ എന്നിവർ സംസാരിച്ചു. എല്ലാ ദിവസവും വളണ്ടിയർമാരെ യോഗയും കരാട്ടയും പരിശീലിപ്പിച്ചു. ക്യാമ്പിന് പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, PTA അംഗങ്ങൾ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, ചൈതന്യ പൗർണമി വായനശാല ഭാരവാഹികൾ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പലാവ്. എന്റെ സംരംഭം നാടിന്റെ അഭിമാനമെന്ന സന്ദേശത്തോടെ മാറഞ്ചേരി പഞ്ചായത്ത് ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. 2023-24 സംരംഭക വർഷം 2.0 പദ്ധതിയുടെ ഭാഗമായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തും പൊന്നാനി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകർക്കായി നടത്തിയ ലോൺ ലൈസൻസ് സബ്സിഡി മേള പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ വലിയ വീട്ടിൽ, സെക്രട്ടറി മണികണ്ഠൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സിജു പ്രകാശ്, പഞ്ചായത്ത് അംഗം മെഹർ അലി കടവിൽ, രജുല ആലുങ്ങൽ, റജുല ഗഫൂർ, നിഷാദ് അബൂബക്കർ, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അസ്ല BN, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് IIO സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബാങ്ക് മാനേജർ പ്രദീപ് ബാങ്കിംഗ് നടപടികളെക്കുറിച്ച് സംസാരിച്ചു.
സംരംഭക വർഷത്തോടനുബന്ധിച്ച് നൽകിയ ലൈസൻസുകൾ, സബ്സിഡികൾ, ലോൺ സാങ്ഷൻ ലെറ്ററുകൾ, ഭക്ഷ്യസുരക്ഷാ സർട്ടിഫിക്കറ്റ്, ഉദ്യം സർട്ടിഫിക്കറ്റ്, പഞ്ചായത്ത് ലൈസൻസ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. പൊന്നാനി താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ റഷീദ് എൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ലോൺ, സബ്സിഡി, ലൈസൻസുകൾക്കുള്ള ആപ്ലിക്കേഷൻ സ്വീകരിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം. മുണ്ടത്തിക്കോട് പാതിരാക്കോട്ടുകാവ് ഭരണിവേല പറപ്പുറപ്പാട് ഭക്തിസാന്ദ്രമായി മേൽശാന്തി അനീഷ് കൈലാസം വിശേഷൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ആൽമരച്ചുവട്ടിൽ ഹരിജൻ സമുദായക്കാർ ഒരുക്കിയ പറകളാണ് ആദ്യം കോമരം മാറാത്ത് വാസുദേവൻ കൈക്കൊണ്ടത്. തങ്ങളൂർ പാറപ്പുറത്ത് വേലായുധനാണ് ആദ്യ പറ ചൊരിഞ്ഞത്. പുലാക്കാട് മണികണ്ഠനും സംഘവും നയിച്ച മേളം അകമ്പടിയായി. ആചാരമായ നടനടൈ എന്ന ആരവം ഉടനീളം പെരുമ്പറ കൊണ്ടു. തെക്കുമുറി, വടക്കുമുറി, പുതുരുത്തി, കിരാലൂർ ദേശക്കാരും ഹരിജൻ വിഭാഗത്തിലെ ഒട്ടേറെ ഭക്തരും ചടങ്ങിൽ സാക്ഷികളായി. കോമരത്തിന്റെ കൽപ്പന ഏറ്റുവാങ്ങി ജനുവരി 19 ഭരണിവേല. സമിതി പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ, സെക്രട്ടറി രാജു മാറാത്ത്, ദേശഭാരവാഹികളായ ജിഷ്ണു പന്തക്കൽ, കെ ചന്ദ്രദാസ്, സജീവൻ പുത്തുരുത്തി, തങ്കമണി, പ്രകാശൻ കുന്നൂർ, EK സുരേഷ്, കോർഡിനേഷൻ ചെയർമാൻ സുദീപ് പന്തക്കൽ എന്നിവർ നേതൃത്വം നൽകി. ചർമ്മം വേലൂർ പ്രഭാത് നഗർ പത്തായത്ത് വീട്ടിൽ TG ഗംഗാധരൻ നിര്യാതനായി. 93 വയസ്സായിരുന്നു. റിട്ടയർഡ് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറും പാരമ്പര്യ വൈദ്യനുമായിരുന്നു പരേതൻ. പരേതയായ കല്യാണി ഭാര്യയും ജയന്തി, പരേതനായ ജയദാസ്, ജയസാജ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചെറുതുരുത്തി പള്ളം പുണ്യതീരത്ത് നടന്നു. കരിക്കാട് മില്ല് സ്റ്റോപ്പിന് സമീപം അയ്യങ്കുളങ്ങര കൊച്ചുകുഞ്ഞൻ ഭാര്യ മറിയാമ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. മിൽട്ടൺ, മിനി എന്നിവർ മക്കളാണ്. മറ്റം തറകൻ തോമസ് ഭാര്യ ത്രേസ്യക്കുട്ടി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മൈക്കിൾ, റാഫി എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി അങ്ങാടി അരിമ്പൂർ പരേതനായ ചാക്കോ ഭാര്യ ലില്ലി മംഗലാപുരത്ത് നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ഡെന്നിസ് ചാക്കോ, സ്മിത, അനീഷ് ചാക്കോ എന്നിവർ മക്കളാണ്. വടക്കേക്കാട് മണികണ്ഠേശ്വരം തെക്കേപ്പാട്ടിൽ മുഹമ്മദ് അലി നിര്യാതനായി. 82 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. ജമീലയാണ് ഭാര്യ. നവാസ്, നിയാസ്, റിനാസ്, നിസാർ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. യേശുക്രിസ്തുവിന്റെ മാമോദീസ ചടങ്ങിന് അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പൗരാണിക പെരുമയോടെ കുന്നംകുളത്തെ അങ്ങാടികളിൽ നടന്ന പിണ്ടി പെരുന്നാൾ ആഘോഷം കാണുവാൻ നിരവധി പേർ ഒഴുകിയെത്തി. ചിറ്റാടുകര കമ്പടി തിരുനാളിലെ വൻ ഭക്തജന തിരക്ക്. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായുള്ള പിണ്ടി തിരുനാൾ ദിനമായി ശനിയാഴ്ച ദേവാലയത്തിലെത്തിയത് ആയിരങ്ങൾ. തൃത്താലയിൽ വൻ കഞ്ചാവ് വേട്ട. ആസാം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം, റസൂദിൽ എന്നിവരെ തൃത്താല എക്സൈസ് സംഘം പിടികൂടി. ഇവരിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനവും പിടിച്ചെടുത്തു. പെരുമ്പടപ്പ് പാറയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ച് പണം കവർന്നു. 16,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ഉടമ പോലീസിൽ പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാൻ. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.